Welcome to Bible Insights question answer session. I am Dr. Gladys Matthews from Bangalore. വേദപുസ്തക അടിസ്ഥാനത്തിലുള്ള സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും വേദപുസ്തക അടിസ്ഥാനത്തിൽ തന്നെ ഉത്തരം കണ്ടെത്തി പുസ്തക സ്നേഹികളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. പ്രശസ്ത ഹീബ്രു ബൈബിൾ സ്കോളറും വേദ അധ്യാപകനുമായ ഡോക്ടർ ബാബു ജോൺ വേട്ടമല സർ ഇതിനോടകം പ്രേക്ഷകരുടെ അനേകം ചോദ്യങ്ങൾക്ക് വ്യക്തവും തൃപ്തികരമായ മറുപടി തന്നു കഴിഞ്ഞു. ഇന്നത്തെ സെഷനിലും ബാബു സർ നമ്മോടൊപ്പമുണ്ട്. വെൽക്കം ടു ദിസ് സെഷൻ സർ. സർ, ഇന്നത്തെ ആദ്യത്തെ ചോദ്യം ശലോമോൻ എഴുതിയ സഭാപ്രസംഗിയിൽ നിന്നുള്ളതാണ്. പൊതുവെ പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ചോദ്യങ്ങൾ നമുക്ക് വന്ന പുസ്തകങ്ങളാണ് ശലോമോന്റെ പുസ്തകങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങൾ. ഇന്നത്തെ ചോദ്യം സഭാപ്രസംഗി 7-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള വാക്യത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ്. ദൈവവചനം ഇങ്ങനെ പറയുന്നു: അതിനീതിമാനായിരിക്കരുത്, അതിജ്ഞാനിയും ആയിരിക്കരുത്, നിന്നെ നീ എന്തിന് നശിപ്പിക്കുന്നു? അതിദുഷ്ടനായിരിക്കരുത്, മൂഢനായിരിക്കരുത്, കാലത്തിന് മുമ്പേ നീ എന്തിന് മരിക്കുന്നു? നീ ഇത് പിടിച്ചു കൊണ്ടാൽ കൊള്ളാം, അതിങ്കൽ നിന്ന് നിന്റെ കൈ വലിച്ചു കളയരുത്. ദൈവഭക്തൻ ഇതെല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും. ഈ വചനത്തിന്റെ പൊരുൾ എന്താണ്? താങ്ക് യു മാം ഫോർ ആസ്കിംഗ് ദ ക്വസ്റ്റ്യൻ. നമ്മുടെ ശ്രദ്ധയിലേക്ക് ഈ ചോദ്യം കൊണ്ടുവന്നതായ ചോദ്യകർത്താവിന് പ്രത്യേക അഭിനന്ദനങ്ങൾ, നന്ദി. ഇനി ചോദ്യത്തിലേക്ക് വരാം. നമുക്ക് സർഫസ് ലെവലിൽ നോക്കുമ്പോൾ 1, 2 മാക്സിമം 3 വാക്കിൽ മറുപടി തീരുന്ന ഒരു ചോദ്യമുള്ളത്. കാര്യം വെച്ചാൽ അതിനകത്ത് ആ കോണ്ടസ്റ്റന്റ് അതിന് മറുപടി വന്നു കഴിഞ്ഞു, നീ എന്തിനാ നിന്നെ തന്നെ നശിപ്പിച്ചു കളയുന്നത് അല്ലേ, ഇങ്ങനെ ജീവിച്ചാൽ പോരെ. അപ്പൊ അത് വ്യക്തമാണ്, അവ്യക്തതയില്ല അവിടെ. 2, ഒരു സാധാരണ ആൾക്കാർക്ക് അത് വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലായില്ലല്ലോ എന്ന് പറയത്തക്കോണം ഒരു ട്രാൻസ്ലേഷൻ എററോ, അത് ഹീബ്രുവിൽ നിന്ന്, ശലോമോന്റെ ഹീബ്രുവിൽ നിന്ന് ഇംഗ്ലീഷ് വഴി വന്നപ്പോൾ ഒരു ട്രാൻസ്ലേഷൻ എററോ, അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ആശയക്കുഴപ്പമോ ഉള്ള ഒരു വാക്യമല്ല, ഭേദഭാഗമല്ല ഇത്. ഇപ്പൊ കഴിഞ്ഞ നമ്മുടെ എപ്പിസോഡ് തീരുമ്പോൾ മാം എന്നോട് ചോദിച്ചാണിത്. അപ്പൊ ചോദിച്ചപ്പം ഞാൻ പറഞ്ഞത് അത് അത്ര പെട്ടെന്നൊരു വൺ വേർഡിൽ മറുപടി പറയാൻ കഴിയുന്ന കാര്യമല്ല. അപ്പൊ നമുക്ക് അതിന് സമയമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, അടുത്ത ദിവസത്തേക്ക് നമുക്ക് മാറ്റി വെക്കണം പറഞ്ഞു. അതുകൊണ്ടാണ് മാം ഓർത്തിരിഞ്ഞിപ്പോ ഇതിൻ്റെ അടുത്ത് എനിക്ക് ഈ ചോദ്യം കൊണ്ടുവന്നത്. ഇതിന്റെ ഒരു പ്രോബ്ലം, ദി ക്വസ്റ്റ്യൻ ഈസ് വെരി വെരി സിമ്പിൾ. The context is also very simple when you look at it from the outside. Simple ആയ ചോദ്യം. The thing is, what sort of answer do you want? നിങ്ങൾക്ക് എന്ത് ആൻസർ അതിന്റെ വേണ്ടത്? Do you just want me to say, അതവിടെ പറഞ്ഞിട്ടില്ല, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പം നിങ്ങൾ തൃപ്തരായി. കാര്യം അതിനപ്പുറം എന്തെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയത്തില്ല. ഇനി വേറൊരു കാര്യമുണ്ട്, ഇത് ആഴമേറിയ ആശയക്കുഴപ്പങ്ങളിലേക്ക് നയിക്കുന്ന ഒരു ലോങ് റോഡിന്റെ ഇങ്ങേ അറ്റമാണ്. ഈ റോഡിൽ നമ്മൾ കുറെ ദൂരം കൊണ്ട് പോയാൽ ആശയക്കുഴപ്പങ്ങൾക്കകത്ത് ചെന്ന് വീഴും. അതിൻ്റെ ഇങ്ങേ അറ്റത്ത് നിൽക്കുകയാണ് ഈ ചോദ്യം. അപ്പം സത്യസന്ധമായിട്ട് വേദപുസ്തകാടിസ്ഥാനത്തിൽ മറുപടി പറയുക എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്ന നമുക്ക് നമ്മൾ പറഞ്ഞ ആ പ്രഖ്യാപനത്തോട് നീതി പുലർത്തി ഒക്കത്തുള്ളൂ. അതുകൊണ്ട് ഒരു പക്ഷേ ഈ ആൻസർ പറയാൻ തുടങ്ങുമ്പോൾ വായനക്കാർ കേൾക്കുന്നവർക്ക് ബാബുസാർ ഒരുപാട് കാട് കയറി പോകുന്നു എന്ന്
ചിന്ത ഉണ്ടാകാം. ഉം. ദി എൻഡ് വിൽ ജസ്റ്റിഫൈ ദ വേ എന്ന് വേറൊരു കോണ്ടെക്സ്റ്റിലാണ് പറയുന്ന പോലെ ഉം. ഇതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസറിൻ്റെ അവസാനം വരുമ്പോഴേ ഉം. ഇപ്പം ഞാൻ എന്തിനാ ഈ കാട് കയറിയെന്ന് അറിയത്തുള്ളൂ. ഓക്കെ. അതുകൊണ്ട് നമ്മൾ പയ്യെ കാട് കയറാൻ പോവാം. ഓക്കെ. ഒന്നാമത്തെ കാര്യം, ഉം. വിശുദ്ധ വേദപുസ്തകം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകമല്ല. അതെ. ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ബുക്സ്. ഉം. ബിബ്ലിയോസ് ആണ്, ഉം. പുസ്തകങ്ങളാണ്. ഉം. 66 പുസ്തകങ്ങളുണ്ട്. ഉം. ഈ 66 പുസ്തകങ്ങളിൽ ഒന്നിലധികം പുസ്തകങ്ങൾ ഒരാൾ എഴുതിയിട്ടുണ്ട്. അതെ. അതെ. ഒന്നിലധികം പുസ്തകങ്ങൾ ഒരാൾ എഴുതിയിട്ടുണ്ട്. യെസ്. അപ്പോൾ തന്നെ ഈ ഓരോ പുസ്തകത്തിനും നമ്മൾ നേരത്തെ പറയും പോലെ ഉം. ഒരു ഹിസ്റ്റോറിക്കൽ റീസണുണ്ട്, ഉം. എക്സിസ്റ്റൻഷ്യൽ റീസണുമുണ്ട്. ഉം. ഹിസ്റ്റോറിക്കൽ റീസൺ എന്ന് പറയുമ്പോൾ ഈ പുസ്തകം എന്തുകൊണ്ട് നിലവിൽ വന്ന് എഴുതപ്പെട്ടു. ഓക്കെ. 2, ഇതെന്തിനാ വേദപുസ്തകത്തിൽ നിലനിൽക്കുന്നത്? ബൈബിളിന്റെ ഭാഗമായി ഈ പുസ്തകം ഇപ്പോഴും നിലനിൽക്കുന്നതിന്റെ കാര്യം എന്താ? ഉം. ഇതാ രണ്ടാമത്തെ കാര്യം. ഉം. ഈ 2 കാര്യം പഠിപ്പിച്ച് കഴിയുമ്പോൾ, നമ്മൾ ഈ 2 കാര്യം പഠിപ്പിച്ച് കഴിയുമ്പോൾ, ഒരു നല്ല ഭാഗവും വേദപുസ്തകം പഠിപ്പിച്ച് കഴിഞ്ഞു. ഓക്കെ. ഇനി ബാക്കിയുള്ള വായനക്കാർക്ക്, സ്റ്റുഡൻസ് ജസ്റ്റ് മനസ്സിലാക്കുന്ന കാര്യമുള്ളൂ. ഉം. ഉം. അവർക്ക് വലിയ ബ്രെയിൻ സ്റ്റോമിങ്ങിൻ്റെയോ റെഫറൻസിനെയോ ഇൻ്റർപ്രിട്ടേഷനോ വായിക്കുന്നതിൻ്റെ ഒന്നും ആവശ്യമില്ല. ആവശ്യം. ഈ 2 കാര്യം പഠിപ്പിക്കാമെന്നുണ്ടെങ്കിൽ. ഉം. പക്ഷെ ഈ 2 കാര്യം പഠിപ്പിക്കാതെ ഈ പുസ്തകം എടുത്ത് എന്തെല്ലാം പറഞ്ഞാലും ഉം. ഈ ബൈബിൾ സ്റ്റുഡൻറ്റിന് ഒരിക്കലും അത് മനസ്സിലാകാൻ പോകുന്നില്ല. ഓക്കെ. പിന്നെ ഇദ്ദേഹം ഇത് വായിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ ഭാവനയ്ക്കകത്തൂടെ കയറി ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്ത് ഒരു മെസ്സേജോ, മെസ്സേജൊന്നും അല്ല, ഒരു പ്രസംഗമോ ഒരു ബൈബിൾ സ്റ്റഡിയോ വേണ്ടി വന്നൊരു വ്യാഖ്യാന പുസ്തകം എഴുതികളെ. ഇതിനൊന്നും ഈ ടെസ്റ്റുമായിട്ടൊരു ബന്ധമില്ലെന്നുള്ളതാണ് സത്യം. ഇവിടെ നമുക്ക് ഈ എക്ലീസിയാസ്റ്റസ് എന്ന പുസ്തകം, സഭാപ്രസംഗി, ആ ടൈറ്റിൽ തന്നെ വിറ്റാണ്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാതെ. സഭാപ്രസംഗി എന്ന പുസ്തകം അത് സർഫസ് ലെവലിൽ ദി മോസ്റ്റ് ഈസി ടെക്സ്റ്റ് ടു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ്. സർഫസ് ലെവലിൽ. കാരണം അതിനകത്തൊന്നും മനസ്സിലാക്കാനില്ല. ഇതിനകത്ത് എന്തെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടായോ? നീ അതിബുദ്ധിമാനായിരിക്കരുത്, മണ്ടനാകരുത്, അതിനീതിമാനാകരുത്, ദുഷ്ടനുമാകരുത്. ഇതിനകത്ത് എന്താ മനസ്സിലാക്കാണ്ടിരിക്കുന്നേ? ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് വരെ വിദ്യാഭ്യാസമുള്ള ആൾക്ക് ഇതിനകത്ത് മനസ്സിലാക്കാൻ എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ലല്ലോ, ഒന്നുമില്ല. അത് ആ പുസ്തകത്തെ പറ്റി ഒരു സമീപനമാണ്. ഇനിയും that's why this is the easiest book to understand, to read and understand. But do you want to comprehend it? Do you want to study it? Do you want to get a sort of, a grip of what it is? ഈ പുസ്തകത്തെ പറ്റി ഒരു ഗ്രാസ്പ് ഉണ്ടാകണമെങ്കിൽ, ഒരു പിടുത്തം കിട്ടണമെങ്കിൽ, a long road you have to run. Okay. A long road you have to run. ഈ ലോങ് റോഡ് റൺ ചെയ്യുന്നില്ലെന്നിരിക്കട്ടെ, നമ്മൾ എന്ത് ചെയ്യും? ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് അങ്ങ് കാച്ചും. 2, എന്നിന്ന് അതിൽ നിന്ന് മെസ്സേജ് ഉണ്ടാക്കും. ഞായറാഴ്ച പ്രസംഗിക്കാനും ബൈബിൾ സ്റ്റഡിക്കും ഒക്കെ മെസ്സേജ് ഉണ്ടാക്കും. അത് വരുത്തുന്ന കുഴപ്പം എന്തുവാന്ന് നമുക്കും അറിയത്തില്ല. പിന്നെ കേൾക്കുന്നവർക്ക് ബൈബിൾ നെല്ലേ വായിച്ചത്. ബൈബിളിൽ നിന്ന് ഏത് ഭാഗവും എപ്പോഴും നമുക്ക് വായിക്കാമല്ലോ. ബൈബിളിൽ നിന്ന് ഏത് ഭാഗവും നമുക്ക് എപ്പോൾ വേണമെങ്കിലും വായിക്കാമല്ലോ. അതുകൊണ്ട് ഇത് ബൈബിളാണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട്
ഈ ഔട്ട് ഓഫ് കോണ്ടസ്റ്റ് വായിക്കുമ്പോൾ വായിക്കുന്നവർക്കും ഉം. ഇനി കേൾക്കുന്നവർക്കും യാതൊരു കുഴപ്പമില്ല. ഞാനിപ്പോൾ വേറൊരു എക്സാമ്പിൾ പറയുന്നത് നമുക്ക് ഇങ്ങോട്ട് വരാം. ഓക്കെ. നമ്മുടെ കല്യാണത്തിന് 45 സങ്കീർത്തനമാണ് ഒരു സങ്കീർത്തനം വായിക്കാൻ വരുന്നത്. അതെ. അപ്പം എൻ്റെ ഹൃദയം ശുഭവചനത്താൽ കവിയുന്നു, എൻ്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളതെന്ന് പറയുന്നു. നിന്റെ നാവ് സമർത്ഥ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. ഈ പെണ്ണിനോട് വായിച്ച് കേൾപ്പിക്കണം, നിന്റെ നാവ് സമർത്ഥനായ ലേഖകന്റെ എഴുത്തുപോലാകുന്നു. വലിയൊരു വായാടിയാണെന്ന്. ഉം. ഇത് ആകാശവാണി തുടങ്ങുന്നല്ലേ, ഉം. ആ ഇടയ്ക്കൊന്നും നിർത്തുന്നതല്ലെന്ന്. സമർത്ഥനായ ലേഖകന്റെ എഴുത്തുകാരൻ ഈ പെണ്ണിന്റെ നാക്ക്. ഉം. ഇങ്ങനെ ഈ പെണ്ണോട്ട് കുറെ പറഞ്ഞു. ഈ ഇരിക്കുന്ന പെണ്ണ് കേൾക്കണം ഇത്. ഏതാ ഈ കല്യാണം കഴിക്കാനിരിക്കുന്ന പെണ്ണ്? മനവാട്ടി. ഉം. പെണ്ണുമാട്ടി. ഉം. എന്നിട്ട് ഈ ചെറുക്കനോടൊരു പറച്ചിലുണ്ട്, വീരനായുള്ളവേ നിന്റെ വാൾ അരയ്ക്ക് കെട്ടാൻ. ഉം. ഏതാ ഈ സാധനത്തെ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ വാളരക്കി കെട്ടണം. ഉം. സ്വാഭാവികമായിട്ട് നമ്മൾ ആരെങ്കിലും ഈ ചെറുക്കനോട് ഇപ്പൊ ഇത് വായിച്ച് കേൾപ്പിക്കേണ്ട എന്നാ കാര്യം? ഈ കല്യാണം പൊഴിക്കുന്ന ചെറുക്കനോട് വീരനായുള്ളവരെ നിന്റെ വാൾ അരക്കി കെട്ടുക. എന്ന് വായിച്ച് കേൾപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. വായിച്ചു സങ്കീർത്തനം. ഉം. അത് കഴിഞ്ഞ് പെണ്ണിനോട് പറയുന്ന, ഉം. അല്ലയോ കുമാരി, കേൾക്കുക, നോക്കുക, ചെവിചായിക്കുക. ഇതന്നെ രാജകുമാരിയാന്ന് നേഴ്സ് മാക്സിമം മനസ്സില് വിളിക്കുന്നത് എന്തോ, അല്ലയോ രാജകുമാരി. ഇതൊരു കുമാരിയാന്നോ? അടുത്ത്, സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്കുക. ഈ കല്യാണത്തോട് എന്ത് ചെയ്യണം? നിനക്ക് അപ്പനില്ല, അമ്മയില്ല, സഹോദരങ്ങളില്ല. ഏതാ ഇവിടെ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി മുത്തൂറ്റിൽ പണയം വെച്ച പൈസ ഉണ്ടല്ലോ, ഉം. അത് തിരിച്ചടച്ച് വസ്തു ഇതുവരെ അപ്പൻ തിരിച്ചെടുത്തിട്ടില്ല. അപ്പനെ ഈ പെണ്ണ് എന്ത് ചെയ്യണം? മറക്കണം. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും ഉം. മറക്കുക. അപ്പോൾ രാജാവ് നിന്റെ ഇവനാണ് രാജാവ്. ഈ വെൽഡിങ് പഠിച്ച് ഗൾഫിനെ കണ്ട് ജോലി നീ പുള്ളിയുടെ രാജാവാണ്. നമ്മൾ ആരും ഇത് ഈ ചെറുക്കന് ഈ പെണ്ണിനെ ഇത് വായിച്ച് കേൾപ്പിക്കേണ്ട കാര്യം എന്താ? ഈ പെണ്ണിന് പാസ്റ്റ് എന്ത് വായിക്കുന്നത്? ഈ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ അപ്പനെയും അമ്മയും സഹോദരങ്ങളും മുഴുവൻ മറക്കണമെന്ന് പാസ്റ്റ് പറയുന്നത്. എന്തോ ഈ പാസ്റ്റ് പറയുന്നത്? ഉം. എന്തോ ഈ വായിച്ച് കേൾപ്പിക്കുന്നത്? ഉം. നമ്മൾ ആരെങ്കിലും ചോദിക്കുമോ? ഇല്ല. നമ്മളാരും ചോദിക്കത്തുമില്ല. ഉം. കാരണം എന്താണത്? വചനം. ദൈവവചനത്തിൽ നോക്കി യോ പകുതിയോടെ ഈ പെണ്ണിരിക്കുന്നത്. ഉം. ഇതായി ഈ സ്വജനത്തെയും നിന്റെ പിതൃഭവനം. മറക്കുക എന്നുള്ളതൊക്കെ ഉം. പകുതിയോടെ കേട്ടിരിക്കുക. നമ്മൾ വാസ്തവത്തിൽ 45 സങ്കീർത്തനത്തിന്റെ ഹിസ്റ്റോറിക്കൽ റീസൺ ഉം. എന്ന ആ ഒരൊറ്റ കാര്യം പഠിച്ചാൽ ഒറ്റ കല്യാണത്തിന് ഈ സാധനം വായിച്ച് കേൾപ്പിക്കത്തില്ല. ഓക്കെ. ഒരൊറ്റ കല്യാണത്തിന് ഒരു കാരണവശാലും വായിക്കത്തില്ല. ഉം. ഇത് ഓരോ പ്രാവശ്യം വായിക്കുമ്പോഴും ഞാൻ ചെയ്യുന്നത്, എൻ്റെ ദൈവം തമ്പുരാനെ, ഉം. നമുക്ക് ഈ മുഴത്തിന് 3 വെച്ച് ബൈബിൾ കോളേജുകളും സെമിനാറുകളും വലിയ വലിയ വേദ പഠനശാലകൾ, പിന്നെ ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ. അതെ. അത് തട്ടി നടക്കാൻ മുറുക്കാൻകട കുറവാണ് ആൾക്കാർ ഈ സാറ്. ബാംഗ്ലൂരിലൊക്കെ മുറുക്കാൻകടയാണ് സാറേ കുറവ്, ബൈബിൾ കോളേജാണ് കൂടുതലെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും പറയാമോ ഇത് നമ്മുടെ വിവാഹമായിട്ട് ബന്ധമുള്ള കാര്യമല്ലെന്ന്? പറയത്തില്ല. ഇതുപോലെ വളരെ സൂക്ഷിച്ച് മാത്രം വാക്യങ്ങൾ പ്രയോഗിക്കേണ്ട ഒരു പുസ്തകമാണ് എക്ലിയസിയാസ്റ്റസ് അല്ലെങ്കിൽ സഭാപ്രസംഗി. ഓക്കെ. ഈ ധാരണ നമ്മുടെ കേൾവിക്കാർ കൊടുക്കുന്നതിനാണ് ഞാൻ ഈ വളഞ്ഞു ചുറ്റി വരുന്നത്. ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ? പിന്നല്ല, അല്ല, ഈ പുസ്തകത്തിന്റെ പേര് തന്നെ സഭാപ്രസംഗി എന്നാണ്. നമ്മൾ സാധാരണ കേൾക്കാത്ത ഒരു വാക്കാണല്ലോ സഭാപ്രസംഗി, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ എക്ലീസിയാസ്റ്റിസ് എന്ന് പറയുന്നത്. അതിന് വേറെ വല്ല പ്രത്യേക അർത്ഥങ്ങൾ വല്ലതും ഉണ്ടോ?
ഞാൻ ഈ പറഞ്ഞു വരുമ്പോൾ അങ്ങോട്ട് വരാം. ഓക്കെ 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 താങ്ക് യു അവിടെ താങ്ക് യു ഒരു കോണ്ടെക്സ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത് ഓക്കെ പറയാറുണ്ട്. ഓക്കെ ഫൈൻ താങ്ക് എനിക്ക് യു ചെറുതിലേ മുതലേ ഈ പേര് കേൾക്കുമ്പോൾ ചിരി വരും. ചില എന്ത് സഭാപ്രസംഗി, ഏത് പള്ളിക്കകത്ത് കയറി പ്രസംഗിക്കാൻ പോകണം, സഭയ്ക്കകത്ത് പ്രസംഗിക്കുന്ന ആൾ അല്ലേ, സഭ അതെ പ്രസംഗി. പ്രസംഗം. ഇംഗ്ലീഷ് നോക്കിയപ്പോൾ അതോട്ട് ഒക്കുന്നുമില്ല, എക്ലീസിയാസ്റ്റസ്. അങ്ങനെ പ്രയോഗം ഇംഗ്ലീഷ് ഭാഷയ്ക്കകത്തോട്ട് ഇല്ല, വേറെ ഒരു ഇല്ല താനും. അതൊരു കൺഫ്യൂഷൻ. നമ്മൾ അങ്ങോട്ട് നിശ്ചയമായിട്ട് വന്നേ ഒക്കത്തുള്ളൂ. ഓക്കെ നമ്മൾ വേദപുസ്തകത്തിലെ ഒരു പുസ്തകത്തെ പറ്റി നെഗറ്റീവായിട്ടോ മോശമായോ പരാമർശം നടത്തുകയല്ല. അങ്ങനെ നടത്താൻ നമുക്ക് റൈറ്റ് ഇല്ല. യെസ് കാര്യം വേദപുസ്തകത്തിലൊരു പുസ്തകമാണത്. പക്ഷെ അത് അറിയാതെ, അതെന്താണെന്ന് അറിയാതെ അത് ടെക്സ്റ്റ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നു. When you use a text out of context, it's a pretext. അതിനൊരു അർത്ഥമില്ല, റിലവൻസ് ഇല്ല. വിശുദ്ധ വേദവ്യവസ്ഥ ഇറലവൻ്റ് ആക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഇറലവൻസ് ഇല്ല, ഇറലവൻ്റ് ആക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. ഈ വിശുദ്ധ വേദവ്യവസ്ഥ ഇറലവൻ്റ് ആക്കുന്ന ഫാക്ടേഴ്സിൽ ഒന്നാണ് എന്ത്? ടെക്സ്റ്റിനെ കോണ്ടെക്സ്റ്റിൽ നിന്ന് മാറ്റി ഉപയോഗിക്കുക. കോണ്ടെക്സ്റ്റിൽ മാറ്റി ടെക്സ്റ്റിനെ ഉപയോഗിച്ച് വേദപുസ്തകങ്ങൾ വികലമാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പുസ്തകമാണ് ഈ എക്ലീസിയാസ്റ്റസ് അല്ലെങ്കിൽ സഭാപ്രസംഗി. അതാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. അപ്പം നമ്മുടെ എൻഡ് റിസൾട്ട്, നമ്മുടെ ഈ ടോക്കിന്റെ എൻഡ് റിസൾട്ട്, ഈ ഫുൾ ടോക്ക് കാണാൻ ഇടയാവുന്ന ഒരാൾ ഈ സഭാപ്രസംഗി വായിക്കും. ഒന്ന് അത് വായിക്കണം, ഇതൊരു വായിച്ചിട്ടില്ലെങ്കിൽ വായിക്കണം. എന്നിട്ടൊരു ഡിസേൺമെന്റ് ഉണ്ടാകണം. ഈ വാക്യങ്ങളൊക്കെ എടുത്ത് പ്രസംഗിക്കാവുന്നതാണോ, അല്ലെങ്കിൽ ഈ വാക്യം എടുത്ത് ഒരു ബൈബിൾ സ്റ്റഡി പ്രിപ്പയർ ചെയ്യേണ്ട വിഷയമാണോ, ഇത് മോഡേൺ സൊസൈറ്റിയിൽ റിലവൻ്റ് ആണോ, ഈ വാക്യം നമ്മൾ എന്ത് ചെയ്യണം എന്ന് ഒരു ഡിസേൺമെന്റ് നമ്മുടെ കേൾവിക്കാർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയെല്ലാം പോകുന്നത്. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്ന വെച്ചാൽ ഈ സഭാപ്രസംഗിയിൽ നിന്ന് ഞാൻ കുറച്ച് വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കാം. വായിച്ച് കേൾപ്പിച്ചിട്ട് ഈ അതിനെപ്പറ്റി ആളുകൾ എന്ത് പറയും എന്നുള്ളതാണ് ആദ്യം മാമനോടൊന്ന് പറയേണ്ടത്. Generations come and generations go, but the world stays just the same. തലമുറകൾ വരും, തലമുറകൾ പോകും, പക്ഷെ ലോകത്തിന് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. ലോകം അങ്ങനെ തന്നെ ആയിരിക്കും. തലമുറകൾ വരും, തലമുറകൾ പോകും, ഈ ലോകത്തിന് ഒരു മാറ്റവും ഒരു മാറ്റവും. ലോകം അങ്ങനെ തന്നെ ആയിരിക്കും, ഉണ്ടായ സ്ഥിതിയിൽ തന്നെ അങ്ങനെ തന്നെ ആയിരിക്കും. നമുക്കിനിയും യാഥാർത്ഥ്യബോധം, ലോകം അങ്ങനെ തന്നെയാണ്. മോമിന്റെ ചെറുതിലെ മോം കണ്ട ലോകമാണ് ഇപ്പൊ കാണുന്ന ലോകം. ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്. അല്ലല്ലോ, ആണോ? ബട്ട് അവിടെ ഉദ്ദേശിച്ചേക്കുന്നത് സൂര്യന്, ചന്ദ്രന്, നക്ഷത്രങ്ങള്, അതിനൊന്നും വലിയ വ്യത്യാസം വന്നിട്ടില്ല. അതാണ് ഉദ്ദേശിച്ചേക്കുന്നതെന്ന് അറിയില്ല. അതാണെങ്കിൽ പോലും ശരിയല്ലല്ലോ. അതാണെങ്കിൽ പോലും ശരിയല്ലല്ലോ. അതെ 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 ഗ്ലോബൽ വാർമിംഗ് എല്ലാം ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തുവായി പറഞ്ഞിരിക്കുന്നത്? വേർന്ന് കേട്ടോണം. A man is no better off than an animal because life has no meaning. മനുഷ്യൻ മൃഗങ്ങളെക്കാൾ ഒട്ടും ഭേദമല്ല, കാരണം ലൈഫിന് ഒരു അർത്ഥവുമില്ല. മനുഷ്യൻ മൃഗങ്ങളെക്കാട്ടില് ഒരു വ്യത്യാസം കാണുമ്പോൾ നമുക്കങ്ങനെ തോന്നുന്നത് ശരിയാ. ചിലരെ കാണുമ്പോഴേ നമുക്കങ്ങനെ തോന്നുന്നത് ശരിയാണ്. കാരണം ജീവിതത്തിന്
അർത്ഥമില്ല. ഉം. ഒരു സാധാരണ വായനക്കാരൻ ഇത് കേൾക്കുമ്പോൾ എന്താ തോന്നേണ്ടത്? അതെ. തന്റെ It is better to be satisfied with what you have than to be always wanting something else. ഉം. നിനക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിയായിട്ട് ജീവിക്കുക. ഉം. ഇന്നതിന്നതില്ലല്ലോ ഒന്ന് ഓർത്ത് അത് കിട്ടുന്നതിന് വേണ്ടി നീ ശ്രമിക്കരുത്. ശ്രമിക്കരുത്. ഉം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഉം. തനിക്കില്ലാതെ കിട്ടുന്നതിന് വേണ്ടിയുള്ള മനുഷ്യന്റെ നിരന്തരമായ ശ്രമമാണ് മനുഷ്യനെ ഇന്ന് കാണുന്ന മനുഷ്യനാക്കിയത്. ആക്കിയെടുത്തത്. ഇല്ലെങ്കിൽ തീർച്ചയായും. നമ്മളൊക്കെ ഗുഹയ്ക്കകത്ത് താമസിച്ചേനും. അതെ. എന്താ കൊടുക്കുന്നുള്ള ഞാൻ പറയുന്നില്ല, ഉം. ആണല്ലോ. ഉം. ഇതിനെ എങ്ങനെയാണ് ജസ്റ്റിഫൈ ചെയ്യേണ്ടത്? ഉം. A working man may or may not have enough to eat. Yes. ജോലിക്ക് പോകുന്ന മനുഷ്യനാണ്. ചിലപ്പോൾ വൈകിട്ട് ആഹാരം കഴിച്ചെന്നിരിക്കാം, കഴിച്ചെന്നില്ലെന്നിരിക്കാം. ഉം. But at least he can get a good night's sleep. ഉം. കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും സുഖമായിട്ട് രാത്രി ഉറങ്ങും. ഉറങ്ങും. ഉം. A rich man, though he has much, that he stays awake worrying. ഉം. പക്ഷെ ധനികൻ ഇഷ്ടം പോലെ ഉണ്ട്, പക്ഷെ രാവിലെക്കോളം മനപ്രയാസം കാരണം അവന് ഉറങ്ങാനൊക്കത്തില്ലെന്ന്. ഉം. അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ആർക്കും പൈസയ്ക്ക് വേണ്ടി പോകരുത്. ഉം. കാര്യം എന്താ? നമുക്ക് രാവിലെക്കോളം ഉം. ഉറങ്ങാം. ഉറപ്പായും. ഉം. ഇനി നമ്മൾ എന്നോട് വായിച്ച് കേൾപ്പിച്ച ഭാഗത്തേക്ക് വരിക. ഉം. ഡോണ്ട് ബി ടു ഗുഡ് ഓർ ടു വൈസ്. ഉം. ഒരുപാട് നല്ലവനും ആകണ്ട, ഒരുപാട് ബുദ്ധിമാനും ആകണ്ട. ഉം. വൈ കിൽ യു യുവർസെൽഫ്? എന്തിനാ നിന്നെ തന്നെ കൊല്ലുന്നത്? ഉം. ബട്ട് ഡോണ്ട് ബി ടു വിക്കറ്റ്. ഉം. അതിദുഷ്ടനായിരിക്കും. ഒരുപാട് വിഡ്ഢിയുമാകണ്ട, ഉം. ഒരുപാട് ദുഷ്ടനുമാകണ്ട. ഉം. വൈ ഡൈ ബിഫോർ യു ഹാവ് ടു? ഉം. ചേട്ടാ, ഞാൻ ചോദിച്ചിട്ട്, ഒരാൾ വളരെ നല്ലവനായി, ഉം. അതിൻ്റെ അർത്ഥം സമയത്തിന് മുമ്പ് അവൻ മരിക്കുമെന്നാണോ? അതെ. ഒരുത്തന് വളരെ വൈസ്, ബുദ്ധിമാനായി, അതെ. അതുകൊണ്ട് സമയത്തിന് മുമ്പ് മരിക്കണമെന്നോ അതിൻ്റെ അർത്ഥം? ഒരിക്കലും അല്ല. ഇനി രസകരമായ വേറൊരു കമന്റ് കേട്ടോണേ. ഉം. I found one man in 1,000 that I could respect, but ഉം. not one woman. ഉം. 1000 പേരിൽ ഞാൻ ഒരു പുരുഷനെ കണ്ടു, കണ്ടു. ഒരു സ്ത്രീയെ കണ്ടില്ല. എന്ന് പറഞ്ഞാൽ 1000 ആണുങ്ങളെ എടുത്തപ്പോൾ ഒരുത്തിനെ കൊള്ളാവുന്ന കണ്ടു, 1000 സ്ത്രീകളെ എടുത്തതിൽ കൊള്ളാവുന്ന ഒരെണ്ണത്തിനെ കണ്ടില്ലെന്ന്. കണ്ടില്ല. ഉം. ഇതിന് എന്താ പറയേണ്ടത്? ഉം. ഉം. ഇതിന് എന്താ പറയേണ്ടത്? തന്റെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. നോക്കട്ടെ, ഇതിന് എന്താ പറയേണ്ടത്? Fast runners do not always win the race, and the brave do not always win the battles. വേഗത്തിൽ ഓടുന്നതുകൊണ്ടല്ല ഓട്ടത്തിൽ ജയിക്കുന്നത്, ധീരത ഉള്ളതുകൊണ്ടല്ല യുദ്ധത്തിലും ജയിക്കുന്നത്. Put your investment in several places, many places even. നിങ്ങളുടെ പൈസ ഒരിടത്ത് വെക്കാതെ പലയിടത്തായിട്ട് കൊണ്ടുവരണം. Because you never know what kind of bad luck you are going to have in this world. നിങ്ങൾക്ക് എന്ത് ബാഡ് ലക്കാണ് ഉണ്ടാകാൻ പോകുന്നത് നിനക്കറിയുന്നില്ല. ഇതാണ് ബുക്ക് ഓഫ് എക്ലീസിയാസ്റ്റസ് എന്ന് പറയുന്നത്. ഈ എക്ലീസിയാസ്റ്റസ്, നിങ്ങൾക്ക് സഭാപ്രസംഗം എന്ന് പറയുന്ന പുസ്തകത്തിനെ പറ്റി ഒരു ടേസ്റ്റ് ചെയ്യാൻ തന്നതാണ്. ഈ പുസ്തകം എന്താണ് എന്നുള്ള പിന്നെ ഒരു ടേസ്റ്റ് തന്നതാണ്. It really is the strangest book in the Bible. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത്. ചേട്ടാ, ഈയാളെന്തേ പറയുന്നത്? 1000 പേരിൽ ഒരു പുരുഷനെ കണ്ടെത്താൻ കഴിഞ്ഞു, പക്ഷെ 1000 പേര് നോക്കുമ്പോൾ കൊള്ളാവുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടുണ്ട്. എന്തോ റിമാർക്കാണിത്. ഇപ്പോഴത്തെ ഇംഗ്ലണ്ടിലാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിനെതിരായിട്ട് മെയിൽ ഷോവനിസത്തിന് കേസ് കൊടുക്കും.
കേസ് കൊടുത്ത എന്ത് ചെയ്യുന്നറിയാമോ? അകത്ത് എടുത്ത് അകത്തിരും. ഇതെന്തോ വർത്താനം പറഞ്ഞേക്കുന്നത്? ദ പ്രോബ്ലം ഈസ് നോട്ട് ഹൗ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഉം. ഇംഗ്ലീഷിന്റെ പ്രോബ്ലം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയുമെന്നല്ല, ഉം. ടൂ ഈസി ടു അണ്ടർസ്റ്റാൻഡ്. വായിച്ചപ്പം ഒത്തിരി പെട്ടെന്ന് അങ്ങ് മനസ്സിലായിപ്പോയി. ഓക്കെ. ടു എഗ്രി വിത്ത് ചോദ്യം, ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ ഇല്ലയോ? അതുള്ള കാര്യം. ഉം. ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യം നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റുമോ ഇല്ലയോ? ഇറ്റ്സ് ജസ്റ്റ് ദ മോസ്റ്റ് ഔട്ട്റേജിയസ് തിങ്സ് എന്നാ പറയുന്നത്. ഉം. ഒരു മര്യാദ ഇല്ലാതെ ചുമ്മാ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്, വാ കീറിയ കോടാലിയത്. ഉം. ഉണ്ടോ? വാ കീറിയ കോടാലി പോലെ കിടക്കുക. ഉം. ഇറ്റ് ഈസ് ടു ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഉം. It doesn't sound like the word of God at all. അപ്പം ഉം. എക്ലീസിയാസ്റ്റിക്സ് എന്ന പുസ്തകം വായിച്ചു വരുമ്പോൾ അത് ഒരു സാധാരണ വായനക്കാരന് കൊടുക്കുന്ന ധാരണ, ഉം. ഇത് ദൈവവചനമേ അല്ല എന്ന ധാരണയാണ്. ഓക്കെ. ഇത് കേൾക്കുന്ന ആൾക്ക് പെട്ടെന്ന് ചിന്തിക്കും, ബാബു ജോൺ പറയുന്നു എക്ലീസിയാസ്റ്റ് ദൈവവചനമല്ല എന്ന്. ഞാൻ അങ്ങനെ പറയുന്നില്ല. ഉം. ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു മനുഷ്യൻ വായിച്ചാൽ വായിക്കെന്താ തോന്നുന്നത്? ഇതാണ് ദൈവവചനം, ഇതാണോ ദൈവവചനം ഉം. എന്നാണ് പെട്ടെന്നുണ്ടാക്കാവുന്ന ധാരണ. ഉം. The book of Ecclesiastes has a very contemporary ring. പലപ്പോഴും നമ്മൾ ജീവിക്കുന്ന ആധുനിക സമൂഹം ഉണ്ടല്ലോ, ഉം. ആധുനിക സമൂഹത്തിൻ്റെ ചില പ്രവണതകളുമായിട്ട് ധാരാളം യോഗ്യത ഇതിനുണ്ട്. ഓക്കെ. ഒന്ന്, ഇത് മുഴുവൻ ഇസമാണ്. ഓക്കെ. ഇസം. ഉം. ഇതിനകത്തുള്ള പോലെ ഇസം ഉം. ബൈബിളിൽ വേറെ ഒരു പുസ്തകത്തിലും ഇല്ല. ഓക്കെ. എനിക്കാണെങ്കിൽ ഇത് വായിക്കുമ്പോൾ പ്രോബ്ലം, എനിക്ക് ഇസം ഒന്നും മനസ്സിലാകത്തില്ല. ഉം. കമ്മ്യൂണിസം, സോഷ്യലിസം, മാർക്സിസം, മറ്റേസം, മാർക്സിസം എനിക്ക് മനസ്സിലാകത്തില്ല. എനിക്ക് ആകെ മനസ്സിലാകുന്ന രണ്ട് ഇസമേ ഉള്ളൂ കേട്ടോ മാം. ഉം. ഒന്ന് ബാപ്റ്റിസവും മറ്റേ ഇവാഞ്ചലിസമാണ്. ബാപ്റ്റിസം എനിക്കറിയാം, നല്ലപോലെ അറിയാം. ഇവാഞ്ചലിസം. ഇവാഞ്ചലിസം മറ്റേ പറയുന്ന ഇസം ഒന്നും എന്തോന്ന് എനിക്ക് വലിയ പിടിയില്ല. But apart from those isms, all the other isms really give me the willies, they become obsessions with people. ഉം. ബാക്കിയൊക്കെ ഒരുപാട് ഒബ്സഷൻസ് ആണ്. Here are some of the isms I found in Ecclesiastes. ഉം. എക്ലീസിയാസ്റ്റിലുള്ള ചില ഇസംസ് ഞാൻ പറയാം. ഉം. ഒന്ന് ഫെയ്റ്റലിസം എന്ന് പറയും. ഈ എക്ലീസിയാസ്റ്റിന്റെ പുസ്തകം ഈ പ്രസംഗിക്കാനും വ്യാഖ്യാനത്തിനും പഠിപ്പിക്കാനും എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണിത്. ഫെയ്റ്റലിസം. ഉം. അതിൽ ഒരുപാട് വാക്യങ്ങളും ഫെയ്റ്റലിസമാണ്. ഫെയ്റ്റലിസം എന്ന് പറഞ്ഞാൽ വിധി. വാട്ട് എവർ വിൽ ബി വിൽ ബി. ഉം. നടക്കാനുള്ളത് നടക്കും. ഉം. വരാനുള്ളത് വഴി തങ്ങും. അതെ. വരാനുള്ളത് ഉം. വഴി തങ്ങും. ഫെയ്റ്റലിസം. ഉം. മറ്റൊന്നാണ് എക്സിസ്റ്റൻഷ്യലിസം. ഉം. എക്സിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്നെങ്ങനെങ്കിലും ഇന്നത്തെ കഴിച്ചു കൂട്ടി പോവാ, പിന്നെ നാളത്തെ കാര്യം ചോദിച്ചാൽ മതിയല്ലോ. ഓക്കെ. ഇന്നത്തേക്ക് എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക. ഉം. ലീവ് ഫോർ ദ പ്രസന്റ് മൊമെന്റ്. ഉം. നാളെ എന്താ സംഭവിക്കുന്ന ആർക്കറിയാം. ഉം. ഇതാണ് ഈ പുസ്തകത്തിൽ എക്സിസ്റ്റൻഷ്യലിസം. ഉം. മറ്റൊന്ന് ഷോവനിസമാണ്, പുരുഷ മേൽക്കോയ്മ. ഓക്കെ. ഉം. പുരുഷ മേൽക്കോ, അതാ പറഞ്ഞ 1000 പേരിൽ ഒരു പുരുഷനെ കണ്ടു, ഒരു സ്ത്രീയെ സ്ത്രീയെ കണ്ടു. കണ്ടു. ഉം. അപ്പോൾ സൗദിമാരെല്ലാം പോക്കാണെന്ന് ഇവർ പറയുന്നത്. ഉം. ഇതെങ്ങനെ ശരിയാകുന്നു? ഉം. അപ്പം സ്റ്റേറ്റ്മെന്റ്സ് ഔട്ട് ദാറ്റ് ആർ ക്ലിയർ ഷോവനിസംസ്. ഉം. ഇങ്ങനെയൊക്കെ പറയുന്നത് വെറും ഷോവനിസമാണ്. ഇനി ഇതിനകത്ത് ഹെഡനിസം ഉണ്ട്. ഹെഡനിസം എന്ന് പറഞ്ഞാൽ ഈ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കുക.
Okay. Hmm. Eat, drink and be merry. Hmm. തിന്നുക, Think about. കുടിക്കുക, ആനന്ദിക്കുക, നാളെ നീ ചാകുമെന്ന്. Hmm. എപ്പിക്യൂറിനിസം ഇല്ലയോ, അത് ഹെഡനിസമാണ്, അതെ. Hmm. അല്ലേ? Hmm. ഇനി സിനിസിസം ഉണ്ട്. Hmm. സിനിസിസം എന്ന് പറഞ്ഞാൽ ദോഷൈക ദൃക്കാണ്. ദോഷൈക ദൃക്ക് നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഞാൻ മകനെന്ന് ഓർപ്പിക്കാം. ഈ പുളിമത്തിലെ കടപ്പുറത്ത് കുളിച്ചുകൊണ്ടിരുന്ന 2 കുഞ്ഞുങ്ങളൊന്ന് വെള്ളത്തിൽ വീണപ്പം ഒരു മനുഷ്യൻ ഇറങ്ങി ആ കുഞ്ഞിനെ രക്ഷിക്കുന്നതും, കുറച്ച് ദിവസം കഴിഞ്ഞ് കുഞ്ഞും എൻ്റെ അമ്മയും കൂടെ മാർക്കറ്റിൽ പെടുമ്പോൾ ഈ രക്ഷിച്ച മനുഷ്യനെ കാണുന്നു. Okay. അപ്പോൾ ഈ കുഞ്ഞു പറഞ്ഞു, മോം മോം മോം, ദാറ്റ് ഈസ് മാൻ ഹു സേവ്ഡ് മീ. Hmm. അപ്പോൾ ഇയാൾ എന്ന് ഈ കുഞ്ഞിൻ്റെ അമ്മയെന്ന് ഇയാളോട് ചോദിക്കുക, എൻ്റെ കുഞ്ഞ് വെള്ളത്തിൽ വീണപ്പോൾ അതിൻ്റെ തലയൊരു തൊപ്പി ഇരിപ്പുണ്ടായിരുന്നു, ആ തൊപ്പി എന്ത് ചെയ്യുന്നു? Okay. Hmm. കുഞ്ഞിൻ്റെ തലയൊരു തൊപ്പി എന്ത് ചെയ്യുന്നു? എന്തെന്ന് ചോദിക്കുക. മനസ്സിലായി? ഇതിനാണ് സിനിസിസം എന്ന് പറയുന്നത്. ഇവരുടെ അഭിപ്രായത്തിൽ ഇയാൾ ഈ കുഞ്ഞിനെ രക്ഷിച്ചത് എന്തിനു വേണ്ടിയാണ്? ആ മറവിൽ എൻ്റെ തൊപ്പി അടിച്ചു മാറ്റാമല്ലോ. ഈ കൊച്ചന്റെ തൊപ്പി അടിച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് കുഞ്ഞിനെ രക്ഷിച്ച ഈ സ്ത്രീയുടെ വിചാരം. ഇതാണ് സിനിസിസം എന്ന് പറയുന്നത്. അപ്പം ഇതെല്ലാം നമ്മുടെ ഈ കാലഘട്ടത്തിന്റെ കുഴപ്പങ്ങളാണ്. ഞാനിപ്പോ ഇത്രയും വിസംസ് പറഞ്ഞല്ലോ. ഇതെല്ലാം നമ്മുടെ കാലഘട്ടത്തിന്റെ വഷളത്തരങ്ങളാണ്. ഇതൊക്കെ അറിഞ്ഞുകൊണ്ടിരാക്കുന്ന നന്മ ചെയ്യാനൊക്കത്തില്ല. അവര് വിചാരിക്കും നമുക്കെന്തോ അവരെ കൊണ്ട് പ്രയോജനം ഉണ്ടാകാനാണെന്നാണ്. തെറ്റിദ്ധരിക്കപ്പെടുക. തെറ്റിദ്ധരിച്ച പോട്ടെ. അവർ വിചാരിക്കും നമുക്ക് അതുകൊണ്ട് എന്തോ പ്രയോജനം ഉണ്ടാകാൻ വേണ്ടിയാണ്. I always believe there is something wrong or something bad in motives behind good acts. സൽപ്രവൃത്തികളുടെ പിന്നിൽ എന്തോ തെറ്റായ മോട്ടീവ് ഉണ്ട്, തെറ്റായ പ്രേരണാ ഘടകങ്ങളുണ്ടെന്ന്. അപ്പം നമ്മുടെ സൊസൈറ്റി ഒരു സിനിക്കൽ സൊസൈറ്റിയാണ്. അപ്പം ഈ ജനറൽ ഇംപ്രഷൻ എന്ന് പറയുന്നത് ഈ പെസിമിസമാണ്. ലൈഫിനെ പറ്റി ഒരു ഗ്ലൂമി വ്യൂ ആണ്. പെസിമിസം എന്ന് പറഞ്ഞാൽ അശുഭാപ്തി വിശ്വാസമാണ്. എന്ത് ചെയ്തുകൊണ്ട് കാര്യമില്ലടാ, എന്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല. It really is quite depressing in a sense to read Ecclesiastes. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിന്റെ എൻറ്റയർ ടീച്ചിങ് എടുക്കണം. തിരുവെഴുത്തുകളുടെ എൻറ്റയർ ടീച്ചിങ് എടുത്താൽ ഈ പറയുന്ന യാതൊന്നിനും ഒരു സ്ഥാനവും ഉള്ളതല്ല നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിൻ്റെയും അപ്പോസ്തലന്മാരെ പഠിപ്പിക്കലും അതിനു മുമ്പുള്ള ന്യായപ്രമാണത്തിന്റെ പഠിപ്പിക്കലും. ഇത്രയും ഇസം ഞാൻ പറഞ്ഞല്ലോ. ഇതിൽ ഒരു ഇസത്തിനും സ്ഥാനമില്ല. എവിടെ? അപ്പോസ്തലന്മാരുടെ ടീച്ചിങ് സ്ഥാനമില്ല. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. ന്യായപ്രമാണത്തിന് പഠിപ്പിക്കുന്നില്ല. ഇതാണ് എക്ലീസിയാസ്റ്റിന്റെ പ്രോബ്ലം. ഹിയർ ഈസ് എ മാൻ ഹു ഹാസ് റീച്ച്ഡ് ദി എൻഡ് ഓഫ് ലൈഫ് and is disappointed, disillusioned and hopeless. നമ്മൾ എക്ലീസിയാസ്റ്റിക്സ് വായിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ എഴുത്തുകാരൻ വരണം. കിട്ടുമോ? എഴുത്തുകാരൻ വരണം. എങ്ങനെ എഴുത്തുകാരൻ? ജീവിതാന്ത്യത്തിലേക്കുള്ള ഡിസപ്പോയിന്റഡ്, ഡെസ്പറേറ്റ്, നിരാശന, ഡിസില്യൂഷൻഡ്. പുള്ളിക്ക് എന്തോ ഒരു പിടിയും കിട്ടുന്നില്ല. എന്തുവാന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഡിസില്യൂഷൻഡ്, ഹോപ്പ്ലെസ്, ജീവിതത്തെ പറ്റി ഒരു ഹോപ്പുമില്ല. വയസ്സനായി, മരിക്കാനായപ്പം ഇത്ര നാൾ ജീവിച്ച ജീവിതത്തെ പറ്റി പുള്ളി ഡിസപ്പോയിന്റഡാ, ഡിസില്യൂഷൻഡ് ആണ്, ഹോപ്പ്ലെസ്സാണ്. I say, reach the end of life because it is very easy to tell how old another is by what he writes.
ഉം. ഇപ്പം ഒരു എഴുത്തുകാരൻ വായിക്കുമ്പോൾ ഇയാൾക്ക് എത്ര വയസ്സായി നമുക്ക് ഏതാണ്ട് ഐഡിയ കിട്ടും. ഓക്കെ. ഒരു എഴുത്തുകാരൻ്റെ എഴുത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പ്രായം. എത്ര വയസ്സായി എന്നൊരു ഐഡിയ കിട്ടും. നമ്മൾ ഇവിടുന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പോകണം. മാമന് ഉദ്ദേശമല്ല, കേൾവിക്കാരെ ഉദ്ദേശ. ഓക്കെ 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 ഓക്കെ. അവര് പറയുന്നത് ഇതിപ്പോ ശല്യമായി പോലും ഒന്ന് വല്ലാത്ത കൂട്ടിക്കൊണ്ട് മുട്ടയിട്ട ഓക്കെ. ഒരവസ്ഥയായി. അപ്പൊ എക്ലീസിയാസ്റ്റിക്സിൽ നമ്മൾ ആ പുസ്തകം വായിക്കുമ്പോൾ ഒരു വൃദ്ധനായ മനുഷ്യൻ ജീവിതത്തിന്റെ ഏതാണ്ട് അവസാന സ്റ്റേജിൽ നിൽക്കുന്നു. ഡിസപ്പോയിന്റഡ്, നിരാശ മാത്രമേ ഉള്ളൂ. ഡിസൊല്യൂഷൻ എന്തൊക്കെ കാണിച്ചു തരുന്നത് എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പ്രതീക്ഷയായിട്ട് മുമ്പിൽ കാണുന്നില്ല. ഇതാണ് എക്ലീസിയാസ്റ്റസ് എന്ന പുസ്തകത്തിന്റെ ഒരു മുഖം. നമ്മൾ നിന്ന് കോട്ട് ചെയ്യുമ്പം, പ്രസംഗം പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ അറിയാതെ വിശുദ്ധ വേദപുസ്തകത്തിന്റെ ടീച്ചിങ്സിന് എതിരായിട്ടായിരിക്കും നമ്മളുടെ മെസ്സേജ് ഉണ്ടാക്കുന്നത്. ആ ഒരു വാണിങ് തന്നുകൊണ്ട് ആൾക്കാർ കൊടുത്തുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ നിർത്താൻ പോവാം. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു വെരി മച്ച് സർ. സമയപരിധി മൂലം ഈ സെഷൻ ഇവിടെ ക്ലോസ് ചെയ്യുന്നു. ഈ ചോദ്യത്തിന്റെ ഉത്തരം അടുത്ത സെഷനിൽ തുടരുന്നതായിരിക്കും. വേദപുസ്തക അടിസ്ഥാനമായി നിങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും പതിവ് പോലെ കമന്റ് ബോക്സിലോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ അയക്കാവുന്നതാണ്. താങ്ക് യു വൺസ് അഗെയിൻ. മേ ഗോഡ് ബ്ലെസ് യു.